ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ ആയിട്ടുള്ള ഇൻ റോസ് ആൻഡ് കോളംസ് എന്നുള്ള ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഫാം ക്ലബ്ബ്. ഇൻ റോസ് ആൻഡ് കോളംസിൻ്റെ മലയാളം അറിയോ മക്കളെ? വരിയായും നിരയായും. ഓക്കെ, കാർഷിക ക്ലബിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഫാം ക്ലബ്ബ് എന്ന് വെച്ചാൽ എന്താണ്? കാർഷിക ക്ലബ്ബ്. See the banana trees planted by the members of the farm club of മിന്നാരംകുന്ന് സ്കൂള്. മിന്നാരംകുന്ന് സ്കൂളിലെ കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ എന്തു നട്ടു? വാഴത്തൈകൾ നട്ടതാണ്. നോക്കിക്കേ, ഹൗ മെനി ട്രീസ് ആർ ദർ ഇൻ വൺ റോ? ഒരു റോയിൽ എത്ര ട്രീസ് ഉണ്ട് മക്കളെ? കൗണ്ട് ചെയ്ത് നോക്കിയേ. 1 2 3 4 5 6. എത്ര വാഴത്തൈകളാണുള്ളത്? 6. അടുത്തത് എന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? എത്ര വരികളുണ്ട്? 3 വരികൾ അല്ലേ? 3 വരികളിൽ ഒരു വരിയിൽ എത്രയാണ്? 6 തൈകൾ വീതമാണ് നട്ടിരിക്കുന്നത്. ഹൗ മെനി ട്രീസ് ഇൻ ഓൾ? എല്ലാം കൂടി എത്ര ട്രീസ് ഉണ്ട്? 18 ട്രീസ് അല്ലേ? 18 വാഴത്തൈകളുണ്ട്. ഇനി 4 വരിയിൽ കൂടി ഇതുപോലെ നടാൻ എത്ര വാഴത്തൈകൾ വേണം? അപ്പോൾ 3 വരിയിൽ 18 18 ആണ്. 3 × 6 18. നിങ്ങൾക്കറിയാം അല്ലേ? ഇനി നാലാമത്തെയും കൂടെ വരുമ്പോഴോ 4 × 6 എത്രയാണ് വരുന്നത്? 24. അതായത് 6 × 4 24 വരും. ഹൗ മെനി റോസ് ഇൻ ഓൾ? അപ്പോൾ എത്ര റോസ് ഉണ്ട്? ആകെ എത്ര വരികൾ വരും? 4 വരികൾ വരും അല്ലേ? 4 റോസ്. ഹൗ മെനി ട്രീസ് ഇൻ ഓൾ? എല്ലാം കൂടി എത്ര മരങ്ങൾ വരും? ആകെ എത്ര വാഴത്തൈകളാണ് വരുന്നത്? 24. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ടേബിളാണ് 6ൻ്റെ ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. 3 × 6 18, 4 × 6 24, 7 × 6 എത്രയാണ് മക്കളെ? 42. ലെറ്റ്സ് കളർ. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് സൈഡിലായിട്ട് ഒരു ബോക്സ് കണ്ടോ? നിറം നൽകാം അല്ലേ? കളർ കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. ഒരേ ഉത്തരം വരുന്ന ക്രിയകൾക്ക് ഒരേ നിറം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 × 2 എത്രയാണ്? 6. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് ഏതാണ്? റൈറ്റ് സൈഡിൽ മൂന്നാമത് കിടക്കുന്ന 2 × 3യും എത്ര തന്നെയാണ്? 6 ആണ്. നെക്സ്റ്റ് 6 × 2 12. പിന്നെ എന്തുണ്ട്? 2 × 6 12. 4 × 5 20. 5 × 4 20. നെക്സ്റ്റ് 6 × 3 18. 3 × 6 18. 3 × 4 12. നെക്സ്റ്റ് 4 × 3 12. ക്ലിയർ ആയോ മക്കളെ? അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്യണം കേട്ടോ. ഇനി അടുത്ത പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജിൽ 103 ഹെഡിങ് എന്ന് പറയുന്നത് ലെറ്റ്സ് പ്ലാൻ, അതായത് തൈകൾ നടാം. സീ ദ ഒക്ര സീഡ്ലിങ്സ് പ്ലാന്റഡ് ബൈ ദി ഫാം ക്ലബ് ഓൺ ദി ഫസ്റ്റ് ഡേ. കാർഷിക ക്ലബ്ബ് അംഗങ്ങൾ ആദ്യ ദിവസം നട്ട വെണ്ട തൈകൾ നോക്കൂ. ഹൗ മെനി പ്ലാന്റ്സ് ഇൻ വൺ റോ? ഒരു റോയിൽ എത്ര പ്ലാന്റ്സ് ആണുള്ളത്? 7 അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ഹൗ മെനി റോസ്? എത്ര റോസ് ആണുള്ളത്? 5 റോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി പ്ലാന്റ്സ് ഇൻ ഓൾ? എല്ലാം കൂടി എത്രയുണ്ട്? അത് നമ്മൾ 7 + 7 + 7 + 7 + 7, അതായത് 35 ആണുള്ളത്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 5 × 7 35. അതായത് 5 × 5 × 7 എത്രയാണ്? 35. ഓൺ ദി സെക്കൻഡ് ഡേ ദേ പ്ലാന്റഡ് 3 റോസ് വിത്ത് 7 സീഡ്ലിങ്സ് ഇൻ ഈച്ച് റോ. രണ്ടാമത്തെ ദിവസം എത്ര എണ്ണം വീതം നട്ടു? 7 എണ്ണം വീതം തന്നെയാണ് നട്ടത്. പക്ഷേ ഒരു റോയിൽ എത്ര റോസാണ് നട്ടത്? 3 റോയാണ് നട്ടത്. രണ്ടാം ദിവസം ഒരു വരിയിൽ 7 എണ്ണം വീതം 3 വരികളിലായി എന്ത് നട്ടു? വെണ്ടത്തൈകൾ നട്ടു. ഓക്കെ, ഹൗ മെനി സീഡ്ലിങ്സ് ഡിഡ് ദേ പ്ലാന്റ് ഓൺ ദി സെക്കൻഡ് ഡേ? രണ്ടാം ദിവസം നട്ട വെണ്ടത്തൈകളുടെ എണ്ണം എത്രയാണ്? 7 × 3 21. ഹൗ മെനി ഓൺ ബോത്ത് ഡേയ്സ് ടുഗദർ? 2 ദിവസം കൂടെ ആകെ എത്ര എണ്ണം നട്ടിട്ടുണ്ട്? ഫസ്റ്റ് ഡേയിൽ എത്രയായിരുന്നു? 5 × 7 35ഉം സെക്കൻഡ് ഡേയിൽ 7 × 3 21ഉം. ടോട്ടൽ അപ്പോൾ എത്രയാണ്? 21ഉം 35ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 56 കിട്ടും. ഓക്കെ,
ഇതിനെ നമുക്ക് എങ്ങനെ വേറൊരു രീതിയിൽ എന്താ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് ഒരു റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് റോസ് 5 + 3. ആകെ എത്ര റോസ് ഉണ്ട്? ഇപ്പം 5ഉം 3ഉം കൂടെ കൂട്ടി 8 റോ ആണുള്ളത്. നമ്പർ ഓഫ് പ്ലാന്റ്സ് ഇൻ 1 റോ. ഒരു റോയിൽ എത്ര പ്ലാന്റ്സ് വീതമുണ്ട്? 7 പ്ലാന്റ്സ് വീതമുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ 8നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 × 7 എത്ര തന്നെയായിരിക്കും കിട്ടുന്നത്? നമുക്ക് 56 തന്നെയാണ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജിലെ ഹെഡിങ് എന്ന് പറയുന്നത് മാനുവറിങ് പ്ലാന്റ്സ്, വളമിടാം. സീ ദ പിക്ചേഴ്സ് ഓഫ് ദി യാം മാനുവേർഡ് ഓൺ ദി ഫസ്റ്റ് ഡേ. ആദ്യ ദിവസം വളമിട്ട ചേനച്ചെടികളുടെ ചിത്രം നോക്കിക്കേ. ഹൗ മെനി പ്ലാന്റ്സ് ഇൻ 1 റോ? ഒരു റോയിൽ എത്ര പ്ലാന്റ്സ് ആണുള്ളത്? 8 പ്ലാന്റ്സ് അല്ലേ. ഹൗ മെനി റോസ്? എത്ര റോസ് ആണുള്ളത്? 2 റോസ്, 2 റോസ് ആണുള്ളത്. ഹൗ മെനി പ്ലാന്റ്സ് ഇൻ ഓൾ? എല്ലാം കൂടി എത്ര പ്ലാന്റ്സ് ആണുള്ളത്? 8 × 2 16. On the second day, 3 rows were manured and each had 8 plants. അടുത്ത ദിവസം എത്ര എണ്ണം ഇട്ടു? 3 റോയാണ് നട്ടത്. 3 റോയ്ക്കാണ് വളമിട്ടത്. ഒരു റോയിൽ എത്ര എണ്ണം വെച്ചുണ്ടായിരുന്നു? 8 പ്ലാന്റ്സ് വീതം ഉണ്ടായിരുന്നു. ഹൗ മെനി ഇൻ ഓൾ? എല്ലാം കൂടി എത്ര ചെടികളുണ്ട്? അപ്പോൾ 3 റോസ് 8 പ്ലാന്റ്സ്, 3 24, 8 × 3 അല്ലേ? എത്രയാണ്? 24. 8 × 3 24. On the third day, 8 rows were manured with 4 plants in each. അടുത്ത മൂന്നാമത്തെ ദിവസം 8 റോയിൽ എത്ര പ്ലാന്റ് വീതമാണ് ഉണ്ടായിരുന്നത്? ഒരു റോയിൽ 4 പ്ലാന്റ് വീതം അല്ലേ? 8 എണ്ണം വീതമുള്ള 4 വരി ചെടികളുടെ കൂടി വളമിട്ടു. ഹൗ മെനി പ്ലാന്റ്സ് വെയർ മാനുവേർഡ് ഇൻ ഓൾ 3 days ടുഗദർ? ഈ 3 ദിവസം കൂടി എത്ര ചെടികൾക്കാണ് വളമിട്ടത്? ഓക്കെ, ഫസ്റ്റ് ഡേയിൽ എത്ര ഉണ്ടായിരുന്നു? 8 × 2 16. സെക്കൻഡ് ഡേയിൽ എത്ര വീതമായിരുന്നു ഉണ്ടായിരുന്നത്? 3 റോസും ഒരു റോയിൽ 8 എണ്ണം വീതം അല്ലേ? അപ്പോൾ 3 × 8 എത്രയാണ്? 24. തേർഡ് ഡേയിൽ 8 × 4 32. അപ്പോൾ 32 + 24 + എത്രയാണ്? 16. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാമെന്നാണ് നമുക്ക് പറഞ്ഞത്? ഈ 8ഉം 8നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 + 3 + 4. എത്രയാണത്? 2 + 3 5, 5 + 4 9. അപ്പോൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 8 × 9 ആകെ എത്ര വരും? 72. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് മനസ്സിലായല്ലോ? റോസ് എല്ലാം കൂടി എണ്ണുക. ആകെ എത്ര റോസ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് ഒരു റോയിൽ എത്ര എണ്ണം വീതമായിരുന്നു ഉണ്ടായിരുന്നത്? 8 എണ്ണം വീതമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 8നെ 9 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 72. ആകെ എത്ര ചെടികൾക്കാണ് വളമിട്ടത്? 72 ചെടികൾക്കാണ് വളമിട്ടത്. മനസ്സിലായോ? നെക്സ്റ്റ് പേജ് നമ്പർ 105 ഹെഡിങ് എന്ന് പറയുന്നത് ക്രോപ്പ്, വിളവെടുപ്പ്. The farm club had the first crop of spinach. കാർഷിക ക്ലബ്ബ് ആദ്യ ദിവസം വിളവെടുത്ത ചീരയിൽ some of it was used for the non-meal. ഉച്ചഭക്ഷണത്തിന് എടുത്ത ശേഷം കുറച്ചെടുത്ത്. ഓക്കെ, ബാക്കി എത്രയുണ്ടായിരുന്നു? 3 kilogram of spinach was left and ബാക്കി 3 കിലോ ചീര വന്നു. ഓക്കെ, ആൻഡ് this was sold to the members at 9 rupees a kilogram. അത് എത്ര രൂപയ്ക്ക് വിറ്റു? 9 രൂപയ്ക്ക്. ആർക്ക് തന്നെ വിറ്റു? ക്ലബ് അംഗങ്ങൾക്ക് തന്നെ വിറ്റു. ഹൗ മച്ച് മണി ഡിഡ് ദ ക്ലബ് ഗെറ്റ്? എത്ര രൂപ ക്ലബിന് ലഭിച്ചു? ഹൗ മെനി കിലോഗ്രാം ഓഫ് സ്പിനാച്ച് ഡിഡ് ദേ സെൽ? എത്ര കിലോ സ്പിനാച്ചാണ് വിറ്റത്? 3 kilogram. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 kilogram ഓഫ് സ്പിനാച്ച്? 1 കിലോ ചീരയുടെ വില എത്രയാണെന്ന് പറഞ്ഞത്? 9 രൂപ അല്ലേ? 9 rupees. ഹൗ മച്ച് മണി ഡിഡ് ദേ ഗെറ്റ്? അവർക്ക് എത്ര രൂപയാണ് കിട്ടിയത്? ആകെ എത്ര രൂപ ലഭിച്ചു എന്ന് കാണാൻ എന്ത് ചെയ്യണം? 9 × 3. എത്രയാണ് ആൻസർ? 27. On the second day, they sold 6 kilogram of spinach at the same rate. അടുത്ത ദിവസം ബാക്കി വന്ന 6 കിലോ ചീര അതേ നിരക്കിൽ ക്ലബ് അംഗങ്ങൾക്ക് നൽകി.
എങ്കിൽ 2 ദിവസം കൂടി എത്ര രൂപ ലഭിച്ചു? ഹൗ മച്ച് മണി ഡിഡ് ദേ ഗെറ്റ് ഓൺ ബോത്ത് ഡേയ്സ് ടുഗദർ? 2 ദിവസം കൂടി അവർക്ക് എത്ര രൂപയായിരിക്കും കിട്ടിയിരിക്കുക? ഫസ്റ്റ് ഡേയിൽ എത്രയാണ് കിട്ടിയത്? 9 × 3 27. സെക്കൻഡ് ഡേയിൽ എത്രയാണ്? 6 × 9 എത്രയാണ് കിട്ടുക? 54. നെക്സ്റ്റ് തേർഡ് ഡേയിൽ കാണാൻ എന്ത് ചെയ്താൽ മതി? 6ഉം 3യും കൂടെ ആഡ് ചെയ്യുക അല്ലേ? ടോട്ടൽ എത്ര kg അവർ വിറ്റത്? 9 കിലോഗ്രാം വിറ്റു. എത്ര രൂപയ്ക്കാണ് വിറ്റത്? 9 റുപ്പീസിനാണ് വിറ്റത്. അപ്പം 9 × 9 എത്രയാണ്? 81 റുപ്പീസ്. ഓക്കെ. On the third day, they sold 19 kilogram of 10 rupees a kilogram. How much did they get that day? മൂന്നാം ദിവസം കിലോയ്ക്ക് 10 രൂപ നിരക്കിലാണ് 19 കിലോ ചീര വിറ്റതെങ്കിൽ എത്ര രൂപ അവർക്ക് ലഭിച്ചിരിക്കും? 19 × 10 എത്രയാണ്? 190. How much did they get on the 3 days together? 3 ദിവസം കൂടി അവർക്ക് എത്ര രൂപ കിട്ടിക്കാണും? അപ്പോൾ ഈ 3 ദിവസം കൂടെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം എത്ര കിലോ ആണ് വിറ്റത്? 3 കിലോ. പ്ലസ് രണ്ടാമത്തെ ദിവസം എത്ര വിറ്റു? 6 കിലോ. മൂന്നാമത്തെ ദിവസം എത്ര കിലോ വിറ്റു? 19 കിലോ. അപ്പോൾ 19 + 6 + 3 എത്രയാണ്? 28. 28നെ 9 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും മക്കളെ? 9 × 8 എത്രയാണ്? 72. 2 ഇട്ട് ബാക്കി 7. 2 × 9 എത്രയാണ്? 18. 18 + 7 എത്രയാണ്? 25. അപ്പോൾ ആകെ എത്ര രൂപയ്ക്കാണ് അവർ വിറ്റത്? 9 രൂപയ്ക്കാണെങ്കിൽ ആകെ എത്ര രൂപ കിട്ടണമായിരുന്നു? 252. രണ്ടാമത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എല്ലാം 10 രൂപയ്ക്കാണെങ്കിലോ? എല്ലാം 10 രൂപയ്ക്കാണെങ്കിൽ ആകെ 28 കിലോ. 10 രൂപ വെച്ചാകുമ്പോൾ എത്ര രൂപ കിട്ടണം? 280 രൂപ. പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ദേ ഹാഡ് ഗോട്ട്? ഇത് ഇവർക്ക് കിട്ടിയ വിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അതായത് 280 - 252 എത്ര കിട്ടും? 28 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ വിലകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 28 രൂപയാണ്. ഓക്കെ. നെക്സ്റ്റ് പേജിലെ ഹെഡിങ് എന്ന് പറയുന്നത് ഫിൽ ഇൻ ദ എംപ്റ്റി സെൽസ്. ഒഴിഞ്ഞ കളങ്ങൾ പൂരിപ്പിക്കാം. ഇവിടെ നോക്കിയേ, മുകളിൽ 1 to 10 നമ്പർ ഉണ്ട്, താഴോട്ടും 1 to 10 നമ്പർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ നമ്പറിനെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. 1 × 1 എത്രയാണ്? 1. 2 × 1 2. 3 × 1 3. 4 × 1 4. 5 × 1 5. 6 × 1 6. 7 × 1 7. 8 × 1 8. 9 × 1 9. 10 × 1 10. Next 1 × 2 2. 2 × 2 4. 3 × 2 6. 4 × 2 8. 5 × 2 10. 6 × 2 12. 7 × 2 14. 8 × 2 16. 9 × 2 18. 10 × 2 20. Next 1 × 3 3. 2 × 3 6. 3 × 3 9. 4 × 3 12. 5 × 3 15. 6 × 3 18. 7 × 3 21. 8 × 3 24. 9 × 3 27. 10 × 3 30. Next 4. 1 × 4 4. 2 × 4 8. 3 × 4 12. 4 × 4 16. 5 × 4 20. 6 × 4 24. 7 × 4 28. 8 × 4 32. 9 × 4 36. 10 × 4 40. അടുത്തത് 5ൻ്റെ ടേബിൾ അല്ലേ? 5 × 1 5. 5 2s are 10. 5 3s are 15. 5 4s are 20. 5 5s are 25. 5 6s are 30. 5 7s are 35. 5 8s are 40. 5 9s are 45. 5 10s are 50. അടുത്ത പറയുന്ന ഏതാണ് നമ്പറാണ്? 6. 6 × 1 6. 6 × 2 12. 6 × 3 18. 6 × 4 24. 6 × 5 30. 6 × 6 36. 6 × 7 42. 6 × 8 48. 6 × 9 54. 6 ×
10, 60. ഇതിൽ ഫില്ലാകാത്ത കുറേ ബോക്സസ് ഉണ്ട്, അത് നിങ്ങൾ ടേബിൾ വെച്ചിട്ട് വേണം കറക്റ്റ് ചെയ്ത് പോകാൻ. നെക്സ്റ്റ് 7ൻ്റെ ടേബിളാണ്. 7 × 1 7, 7 × 2 14, 7 × 3 21, 7 × 4 28, 7 × 5 35, 7 × 6 42, 7 × 7 49, 7 × 8 56, 7 × 9 63, 7 × 10 70. നെക്സ്റ്റ് 8ൻ്റെ ടേബിൾ. 8 × 1 8, 8 × 2 16, 8 × 3 24, 8 × 4 32, 8 × 5 40, 8 × 6 48, 8 × 7 56, 8 × 8 64, 8 × 9 72, 8 × 10 80. നെക്സ്റ്റ് 9ൻ്റെ ടേബിൾ. 9 × 1 9, 9 × 2 18, 9 × 3 27, 9 × 4 36, 9 × 5 45, 9 × 6 54, 9 × 7 63, 9 × 8 72, 9 × 9 81, 9 × 10 90. ലാസ്റ്റ് 10ൻ്റെ ടേബിൾ. എല്ലാവർക്കും അറിയാവുന്ന ടേബിൾ അല്ലേ. 10 × 1 10, 10 × 2 20, 10 × 3 30, 10 × 4 40, 10 × 5 50, 10 × 6 60, 10 × 7 70, 10 × 8 80, 10 × 9 90, 10 × 10 100. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദി ബ്ലൂ സെൽസ്? ഇവിടെ കുറേ ബ്ലൂ സെൽസ് കൊടുത്തിട്ടില്ലേ, നീല നിറത്തിൽ കൊടുത്തിരിക്കുന്ന കളത്തിന് എന്താണ് പ്രത്യേകത? അതായത് ഒരു നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് അല്ലേ. 1 × 1 ആണ് ആദ്യത്തെ ബോക്സിൽ കിടക്കുന്നത്, 1 തന്നെ ആൻസർ. 2 × 2 ആണ് നെക്സ്റ്റ് ബോക്സിൽ കിടക്കുന്നത്, എത്രയാണ് ആൻസർ? 4. 3 × 3 9, 4 × 4 16, 5 × 5 25. അതായത് ഒരു നമ്പറിനെ അതേ സെയിം സംഖ്യ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് ബ്ലൂ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്? When a number is multiplied by 1, we get the same number. ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യം നമ്മൾ പഠിച്ചു അല്ലേ. ഒരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് അതേ സംഖ്യ തന്നെയായിരിക്കും. പിന്നെന്താണ് പറഞ്ഞത്? ഈ നീല നിറത്തിലുള്ള ബോക്സസിലുള്ളത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറുകളാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ പടം തന്നിട്ട് എന്താ പറയുന്നത് ആ കുട്ടി? ഐ ക്യാൻ ഡു എനി മൾട്ടിപ്ലിക്കേഷൻ ഇഫ് ഐ ഹാവ് ദിസ് ടേബിൾ. ഈ ടേബിൾ ഉണ്ടെങ്കിൽ എനിക്ക് ഏത് മൾട്ടിപ്ലിക്കേഷനും ഏത് ഗുണനവും ഞാൻ തനിയെ ചെയ്യും. നമ്മൾ ചെയ്ത അതേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെ ഒന്നുകൂടി എഴുതാനായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. മുകളിലത്തേതും താഴത്തെയും ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് ഫോട്ടോ ഇടണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺസ് ആൻഡ് ടേബിൾസ്. ക്രമത്തിലാക്കാം, പട്ടിക പൂർത്തിയാക്കാം. ഫസ്റ്റ് 7 തന്നിട്ടുണ്ട്, പിന്നെ 1 × 7 7. രണ്ടാമത് തന്നിരിക്കുന്നത് 7 + 7 ആണ്. 7 2 പ്രാവശ്യം എഴുതി കൂട്ടിയിരിക്കുന്നത്, അതിനെ മൾട്ടിപ്ലിക്കേഷൻ്റെ രൂപത്തിലേക്ക് ആക്കുമ്പോൾ 2 × 7 14. നെക്സ്റ്റ് 7 3 ടൈംസ് എഴുതിയിരിക്കുന്നത്, എന്നിട്ട് 3 × 7 21. നെക്സ്റ്റ് 7 4 ടൈംസ് എഴുതിയിരിക്കുന്നത്, 4 പ്രാവശ്യം എഴുതിയിരിക്കുന്നത്, എന്നിട്ട് 4 × 7 28. അടുത്ത എന്തായിരിക്കും? 7 5 പ്രാവശ്യം എഴുതുക, എന്നിട്ട് ആഡ് ചെയ്ത് എഴുതുക, അതിനുശേഷം എഴുതുക 5 × 7 35. നെക്സ്റ്റ് 7 എത്ര പ്രാവശ്യം എഴുതണം? 6 പ്രാവശ്യം എഴുതി കൂട്ടുക, എന്നിട്ട് ആൻസർ എങ്ങനെ എഴുതണം? 6 × 7 42. നെക്സ്റ്റ് 7 പ്രാവശ്യം എഴുതി കൂട്ടുക, അതിനുശേഷം ഇപ്പുറത്തേക്ക് 7 × 7 49. നെക്സ്റ്റ് 8 പ്രാവശ്യം എഴുതി കൂട്ടുക, എന്നിട്ട് ഇപ്പുറത്ത് 8 × 7 എത്രയാണ്? 56. നെക്സ്റ്റ് 7 9 ടൈംസ് എഴുതി കൂട്ടുക, അതിനുശേഷം 9 × 7 63. ലാസ്റ്റ് 7 10 ടൈംസ് ആഡ് ചെയ്ത് എഴുതുക, അതിനുശേഷം 10 × 7 70. അതുപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത കോളത്തിൽ ഇതുപോലെ തന്നെ 8ൻ്റെ ടേബിളാണ്. 8ൻ്റെ പാറ്റേൺ ആണ്. 8 1 × 8 8, 8 + 8 2 × 8 16. നെക്സ്റ്റ് 8 + 8 + 8 8 3 പ്രാവശ്യം ആഡ് ചെയ്തതിന് ശേഷം 3 × 8 24. നെക്സ്റ്റ് 8 4 ടൈംസ് ആഡ് ചെയ്യുക, അതിനുശേഷം 4 × 8 32. നെക്സ്റ്റ് 8 5 ടൈംസ് ആഡ് ചെയ്യുക, 5 × 8 40. നെക്സ്റ്റ് 8 6 ടൈംസ് ആഡ് ചെയ്യുക, 6 × 8 48. അടുത്തത് 8 7 ടൈംസ് ആഡ് ചെയ്യുക, അതിനുശേഷം 7 × 8 56. നെക്സ്റ്റ് 8
8 ടൈംസ് ആഡ് ചെയ്യുക. അതിനുശേഷം 8 × 8 64. നെക്സ്റ്റ് 8 9 ടൈംസ് എഴുതി ആഡ് ചെയ്യുക. എന്നിട്ട് 9 × 8 72. ലാസ്റ്റ് 8 10 ടൈംസ് ആഡ് ചെയ്യുക. അതിനുശേഷം 10 × 8 80. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്ത പാറ്റേൺ എങ്ങനെയാണ്? 9 ഒരു പ്രാവശ്യം എഴുതുക. എന്നിട്ട് 1 × 9 9. 9 + 9 എന്ന് എഴുതുക. അതിന് 2 പ്രാവശ്യം 9 എഴുതി കൂട്ടുക. എന്നിട്ട് അതിനിപ്പുറത്ത് 2 × 9 18. പിന്നെ പ്ലസ് ഇട്ടതിന് ശേഷം 3 പ്രാവശ്യം 9 എഴുതുക. 9 + 9 + 9 എത്രയാണ്? 3 × 9 27. ഇതുപോലെ 9 4 പ്രാവശ്യം എഴുതി കൂട്ടിയതിന് ശേഷം 4 × 9 36. 9 5 പ്രാവശ്യം എഴുതുക. അതിനുശേഷം 5 × 9 45. നെക്സ്റ്റ് 9 6 ടൈംസ് എഴുതി കൂട്ടുക. അതിനുശേഷം 6 × 9 54. നെക്സ്റ്റ് 9 7 ടൈംസ് ആഡ് ചെയ്യുക. അതിനുശേഷം 7 × 9 63. നെക്സ്റ്റ് 9 8 പ്രാവശ്യം എഴുതി കൂട്ടുക. അതിനുശേഷം 8 × 7 72. നെക്സ്റ്റ് 9 9 പ്രാവശ്യം എഴുതി കൂട്ടുക. അതിനുശേഷം 9 × 9 81. നെക്സ്റ്റ് ലാസ്റ്റായിട്ട് എന്താ ചെയ്യേണ്ടത്? 9 10 പ്രാവശ്യം പ്ലസ് ഇട്ട് എഴുതി കൂട്ടിയതിന് ശേഷം 10 × 9 90 എന്നെഴുതുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന ഹെഡിങ് എന്ന് പറയുന്നത് ഐ നോ, എനിക്കറിയാം. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ പ്രൈസ് ഓഫ് 1 pen ഈസ് 7 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 8 pens? ഒരു പേനയ്ക്ക് 7 രൂപയാണ്. 8 പേനയ്ക്ക് എത്ര വിലയാണ്? 8 × 7 56. 8 × 7 56. നെക്സ്റ്റ് എന്താണ്? 7 balls in 1 packet. ഹൗ മെനി ബോൾസ് ഇൻ 9 packets? ഒരു പാക്കറ്റിൽ 7 ബോൾ ഉണ്ട്. 9 പാക്കറ്റിൽ എത്ര ബോൾ ഉണ്ടെന്ന് കാണാൻ എന്ത് ചെയ്യണം? 9 × 7 63. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 7 notebooks at 7 rupees? 7 രൂപ ഒരു നോട്ട്ബുക്കിനാണെങ്കിൽ 7 നോട്ട്ബുക്കിന് എത്ര രൂപയാണ്? 7 × 7 49. നെക്സ്റ്റ് there are 6 buttons in a shirt. How many buttons are there in 9 shirts? ഒരു ഷർട്ടിൽ 6 ബട്ടൺ ഉണ്ട്. 9 ഷർട്ടിൽ എത്ര ബട്ടൺ ഉണ്ട്? 6 × 9 54. നെക്സ്റ്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 9 ഉണ്ണിയപ്പംസ് ഇൻ 1 packet. ഹൗ മെനി ഉണ്ണിയപ്പംസ് ഇൻ 9 packets? ഒരു അരിയിൽ ഒരു പാക്കറ്റിൽ 9 ഉണ്ണിയപ്പമുണ്ട്. 9 പാക്കറ്റിൽ എത്ര ഉണ്ണിയപ്പം ഉണ്ട്? 9 × 9 81. നെക്സ്റ്റ് എന്താണ്? 6 സീറ്റ്സ് ഇൻ എ റോ. ഹൗ മെനി സീറ്റ്സ് ഇൻ 8 rows? ഒരു വരിയിൽ 6 സീറ്റുകളുണ്ട്. 8 വരിയിൽ ആകെ എത്ര സീറ്റുകളുണ്ട്? 6 × 8 എത്രയാണ്? 48. നെക്സ്റ്റ് നമുക്ക് ഡാഷ് ഇട്ട് തന്നിരിക്കുകയാണ്. 8 × 8 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്ക് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് അല്ലേ? അപ്പോൾ 8 chocolates in 1 packet. ഹൗ മെനി ചോക്ലേറ്റ്സ് ഇൻ 8 packets? 8 × 8 എത്രയാണ്? 64. ക്ലിയർ ആയല്ലോ? അടുത്ത എന്താണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത് 2 ബോക്സിലായിട്ട്? വാട്ട് ഈസ് ദി ടോട്ടൽ? ഫൈൻഡ് ദ ടോട്ടൽ ഓഫ് 8 times 8 and 6 times 6. 8 times 8ഉം 6 times 6ഉം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ ടോട്ടൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 8 × 8 64. 6 × 6 36. അപ്പോൾ 64 + 36 എത്രയാണ് ആൻസർ? 100. ഓക്കെ, ദെൻ റൈറ്റ് സൈഡിൽ എന്താ ടൈംസ് എന്നും പറഞ്ഞ് തന്നിരിക്കുന്നത്? മടങ്ങുകൾ. ടൈംസിൻ്റെ മലയാളമാണ് മടങ്ങുകൾ. വെൻ എ നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 2 ദ ആൻസർ ഈസ് 28. ഏതോ ഒരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 28 ആണ് കിട്ടിയത്. ഇഫ് ദ സെയിം നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 4 വാട്ട് വുഡ് ബി ദ ആൻസർ? അപ്പോൾ ഏത് നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് 28 കിട്ടുക? 2നെ 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 28 കിട്ടുന്നത്. അപ്പോൾ 14നെ 4 കൊണ്ട് ഗുണിച്ചാലോ? അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് വുഡ് ബി ദ ആൻസർ? 14നെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും നമുക്ക്? 56 കിട്ടും. ഇനി എന്താണ്? 14നെ 8 കൊണ്ട് ഗുണിച്ചാലോ? 8 × 4 32. 3 മാറ്റി എഴുതി. 1 × 8 8. 8 + 3 എത്രയാണ്? 11. 112 കിട്ടും. ഓക്കെ, എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ നമുക്കൊക്കെ.